ഹായ്. അപ്പോൾ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യമാണ് നമ്മുടെ ഇളയ ദളപതിയുടെ ആസ്തി എത്രയാണ്, പുള്ളി ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന എക്സാക്റ്റ് റെമ്യൂണറേഷൻ എത്രയാണ്. ഇതറിയാനായിട്ട് മാർഗ്ഗങ്ങളൊന്നുമില്ല, നമുക്കിങ്ങനെ സെർച്ച് ചെയ്യാനുള്ളൂ. ബട്ട് അഫിഡവിറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പുള്ളി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതുകൊണ്ടും പുള്ളി സിനിമയിൽ നിന്നും അവധിയെടുക്കുന്നതുകൊണ്ടും പുള്ളിയുടെ അവസാന സിനിമ ജനനായകൻ എങ്ങനെയൊക്കെയോ ലീക്കായിട്ട് അതിൻ്റെ വ്യാജ പ്രിൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എങ്കിലും നമുക്ക് പുള്ളിയുടെ ആസ്തി അറിയില്ല. ഇന്ത്യയുടെ ഒരു തെരഞ്ഞെടുപ്പ് റൂൾ വെച്ചിട്ട് ഒരാൾ രാഷ്ട്രീയത്തിൽ മത്സരിക്കുമ്പോൾ അയാളുടെ ആകെ അസറ്റ് എന്താണ്, അയാളുടെ വെൽത്ത് എന്താണെന്നുള്ളത് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടതായിട്ട് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം 603 കോടിയുടെ ആസ്തിയാണ് പുള്ളിയുടെ അസറ്റായിട്ട് കാണുന്നത്. അത് അതിൻ്റെ എസ്റ്റിമേഷൻ വരുമ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനേക്കാൾ മേലെ വരും. ഒരു 650 കോടിയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് എസ്റ്റിമേഷൻ എന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതിൽ തന്നെ 400 കോടി മൂവബിൾ അസറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ മൂവബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഞങ്ങൾ സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. അതില്ല. ബാങ്ക് ബാലൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഷെയർസ്, ഇതൊക്കെ മൂവബിൾ അസറ്റിൻ്റെ ഇത് വരുന്നതാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എടുത്തിട്ട് നാട് വിടാൻ മുങ്ങാം എന്നുള്ളതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 213 കോടിയാണ് ബാങ്ക് ബാലൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇമ്മൂവബിൾ അസറ്റ്സ്, എടുത്തിട്ട് ഓടാൻ പറ്റാത്ത സാധനങ്ങൾ, അതിൽ 198 കോടിയാണ്. അത് ശരിക്കും എസ്റ്റിമേഷൻ അതിൽ കാണിക്കുന്ന കോടിയേക്കാളും കൂടുതൽ വരും. കാര്യം എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ പണ്ട് മേടിച്ചിട്ടതൊക്കെ ആയിരിക്കും. അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അത് കണക്കെടുക്കേണ്ടി വരും. എങ്കിലും അതിൻ്റെ ഒരു കോമൺ വില തന്നെയായിരിക്കും ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. 198 ഏകദേശം 200 കോടിയുടെ ഇമ്മൂവബിൾ അസറ്റാണ് വരുന്നത്. അതിനകത്ത് തന്നെ പല തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 220 കോടിക്ക് മേലെ പോകുന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 10 വീടുകളാണുള്ളത് ചെന്നൈയിൽ മാത്രം. ആൻഡ് പിന്നെ കുറച്ച് അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്, കൊടൈക്കനാൽ. അവിടെ പോയി സുഖവാസം അടിപൊളി. പിന്നെ പുള്ളിയുടെ ആനുവൽ ഇൻകം, അതായത് പുള്ളി ഒരു സിനിമ ഇപ്പോൾ അറിയാലോ, ആനുവൽ ഇൻകം എന്ന് പറയുമ്പോൾ പുള്ളി ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന ഒരു സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 200 കോടിക്ക് അടുത്താണ്. ഏകദേശം 184 കോടിയൊക്കെയാണ് ഇവിടെ കാണിക്കണമെങ്കിലും ലിയോ പോലുള്ള സിനിമയ്ക്ക് 200 കോടിക്ക് മേലെ പോയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ലിയോ പൊട്ടിപ്പോയെങ്കിലും ലിയോയ്ക്ക് വലിയ അഭിപ്രായം ഇല്ലെങ്കിൽ പോലും അത് അത്രയും വലിയ കളക്ഷനാണ് പടം കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് വിജയ് ഇങ്ങനത്തെ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ സാലറി കൂടാണ്ട് ഇൻട്രസ്റ്റും പിന്നെ അതിൻ്റെ മറ്റുള്ള അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ്. പക്ഷേ അല്ലാണ്ട് തന്നെ പുള്ളിക്കൊരു സിനിമയ്ക്ക് ഒരു 200 കോടി സാലറി ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. പിന്നെ പുള്ളിയുടെ വാഹനങ്ങൾ, ഞാൻ പുള്ളിയുടെ വാഹനങ്ങൾ പണ്ട് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾസ് റോയ്സ് കാറിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വന്നപ്പോഴാണ് പുള്ളിനെ ശ്രദ്ധിക്കുന്നത്. കാര്യം റോൾസ് റോയ്സ് അന്ന് ഏകദേശം ഇന്ത്യയിൽ തന്നെ 7 പേർക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ അത്ര എൻക്വയറി വേണം, അത്ര റോയൽ സ്റ്റാറ്റസ് വേണം, അത്ര ബിഹേവിയർ ക്വാളിറ്റി വേണം. അങ്ങനെ ആൾക്കാർക്ക് അത് കൊടുക്കാമല്ലോ. അങ്ങനെ ഫീച്ചർ ഞാൻ വായിച്ചപ്പോൾ വിജയുടെ പേര് ഞാൻ വായിച്ചത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങി പുള്ളിക്ക് റോൾസ് റോയ്സ് കാറുണ്ട്. പിന്നെ അല്ലാണ്ട് ഇഷ്ടംമാതിരി BMW തന്നെ, BMW ടൊയോറ്റേൻ്റെ കാറുകളാണ് പുള്ളിക്ക്. അതിൻ്റെ പ്രീമിയം കാറുകളാണ് കൂടുതൽ. അതിൽ റോൾസ് റോയ്സിനേക്കാളും വിലയുള്ള കാറുകളൊക്കെ തന്നെ BMW പുള്ളി എടുത്തിട്ടുണ്ട്. 8 കോടിയൊക്കെ വരുന്ന BMW കാറുകളൊക്കെ പുള്ളിക്കുണ്ട്. പിന്നെ ആൾക്ക് സീറോ ലയബിലിറ്റി, ഇത്രയും പൈസ ആൾക്ക് ലയബിലിറ്റി ഉണ്ടാകില്ല എന്നുള്ളത് 100% അറിയാം. പിന്നെ ലയബിലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ വേറെ തക്കരത്തറിയുടെ പരിപാടി ഉണ്ടാകും. പക്ഷേ ആ ബുദ്ധിയൊന്നും പുള്ളിയുടെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ വൈഫിൻ്റെ പേരിൽ ഏകദേശം 12 കോടി ലോൺ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അതിനെന്തൊരു പരിപാടിയുണ്ട്. കാര്യം വൈഫുമായിട്ട് ഡിവോഴ്സ് ഈ റീസെൻ്റായിട്ടാണ് അതിൻ്റെ നോട്ടീസൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ വേറെ എന്തൊരു കാര്യമുണ്ട്. പുള്ളിക്ക് ഈ 12 കോടി ലോൺ എടുക്കേണ്ട കാര്യമില്ല, അത് വേറെ കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇളയ ദളപതി. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഫാൻ ബേസ് ഹോൾഡ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ഇതൊക്കെയാണ് പുള്ളിയുടെ പേഴ്സണൽ ആസ്തികൾ. ഇതിനെ